ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. 75ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതാ ടീമിന് വെള്ളി മെഡൽ. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇന്ത്യൻ റെയിൽവേയോട് കേരളം പൊരുതി തോറ്റു. ആദ്യ പാദത്തിൽ 24-24 സ്കോർ തുല്യത പാലിച്ച ശേഷമായിരുന്നു കേരളം തോൽവി വഴങ്ങിയത്. 75-66 സ്കോറിനായിരുന്നു റെയിൽവേയുടെ ജയം. റെയിൽവേക്ക് വേണ്ടി പുഷ്പ സെന്തൽകുമാർ 22ഉം KB ഹർഷിത 23 പോയിന്റ് നേടി. 26 പോയിന്റ് നേടി ശ്രീകലയും 22 പോയിന്റ് നേടി കവിത ജോസും കേരളത്തിനായി മികച്ച പ്രകടനം പുറത്തെടുത്തു. സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് കേരള ടീം വയനാട് കൽപ്പറ്റ മരവയിൽ MK ജിനചന്ദ്രൻ സ്മാരക ജില്ലാ സ്റ്റേഡിയത്തിൽ പരിശീലനം തുടങ്ങി. മുഖ്യ പരിശീലകൻ വയനാട് സ്വദേശി ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പിൽ 22 താരങ്ങളാണുള്ളത്. കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ക്യാമ്പിന് ശേഷമാണ് ടീം വയനാട്ടിലെത്തിയത്. ഫൈനൽ റൗണ്ടിലുള്ള 20 അംഗ കേരള ടീമിനെ 15-ന് കൊച്ചിയിൽ പ്രഖ്യാപിക്കും. നിലവിലെ ചാമ്പ്യന്മാരായ പഞ്ചാബുമായി 22-നാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. 19-ന് കൊച്ചിയിൽ നിന്നും ടീം പുറപ്പെടും. ജനുവരി 1 മുതൽ 5 വരെ നടന്ന 29ാമത് ജൂനിയർ സെപ്പാക് ടക്രോ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി കേരളം. പഞ്ചാബ് ലൗലിയൻ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ മത്സരവേദിയിൽ നിന്ന് മടങ്ങിയെത്തിയ കേരള ടീമിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജില്ലാ സെപ്പാക് ടക്രോ അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. 39ാമത് സബ് ജൂനിയർ ദേശീയ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി കേരളത്തിന്റെ അമൻരാജ് PP. ന്യൂഡൽഹിയിലെ തൽക്കറ്റോറ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 23 കിലോഗ്രാമിൽ താഴെയുള്ള ക്യുറോഗി വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.